അശ്ശമാഇലുൽ മുഹമ്മദിയ സബക്ക് 6. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു മാ ജാഅ ഫീ ഖാതമിൻ നുബുവ്വ. ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായമാണ് ഖാതമുൻ നുബുവ്വയെ കുറിച്ച് പറയുന്ന ഹദീസുകൾ. പ്രവാചകത്വ മുദ്ര, അതിനെക്കുറിച്ച് പറയുന്ന ഹദീസുകളാണ്. ഹദ്ദസന അബൂ റജാഇൻ ഖുതൈബത്ത് ബിൻ സഈദിൻ ഖാല ഹദ്ദസന ഹാതിം ബിൻ ഇസ്മായിൽ അനിൽ ജഅദ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വ അൻഹും ഖാൽ. അദ്ദേഹം പറയാണ്, സമിഅതു സായിബ് ബിൻ യസീദ്, സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു യഖൂൽ പറയുന്നതായി. അദ്ദേഹം പറയുകയാണ്, ദഹബത്ത് ബി ഖാലത്തി ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മയുടെ സഹോദരി. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരി, ഖാലി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ, അമ്മ് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ സഹോദരൻ, അമ്മത്ത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ സഹോദരി. അപ്പൊ ദഹബത്ത് ബി ഖാലത്തി, എൻ്റെ ഉമ്മയുടെ സഹോദരി എന്നെ കൂട്ടിപ്പോയി ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഉമ്മയുടെ സഹോദരി എന്നെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി. ഫഖാലത്ത്, അവർ പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ബിന ഉഖ്തി വജിഉൻ, എൻ്റെ ഈ സഹോദരി പുത്രന് രോഗം ബാധിച്ചിരിക്കുന്നു, ഇതെൻ്റെ സഹോദരി പുത്രനാണ്, അവന് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫമസഹ റഅസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ തല തടവി. വദആലി ബിൽ ബറക്കത്തി, വദആലി എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു, ബിൽ ബറക്കത്തി, ബറക്കത്ത് കൊണ്ട് എനിക്ക് ദുആരക്കുകയും ചെയ്തു. ഇവിടെ ഫമസഹ റഅസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ തല തടവി. യുഖദു മിൻഹു അന്നഹു യുസന്നു ലിറാഖി അൻ യംസഹ മഹല്ലൽ വജഇ മിനൽ മരീളി. ഈ മന്ത്രിക്കുന്ന ആൾക്ക്, ഒരാൾ വരുമ്പോൾ അദ്ദേഹം എന്തോ ഒരു പ്രയാസത്തിൻ്റെ പേരിൽ മന്ത്രിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ വേദന അനുഭവപ്പെടുന്ന സ്ഥലത്ത് തടവൽ സുന്നത്താണ്. അതേ പ്രകാരം തന്നെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയല്ലോ, ആ തടവിയ ഭാഗം നരച്ചിട്ടില്ല എന്നാ. ലം യസൽ അസ്വദ മഅ ശൈബി മാ സിവാഹു, അതല്ലാത്ത ഭാഗങ്ങളൊക്കെ നരച്ചു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്പർശിച്ച ഭാഗം എന്തായിട്ടില്ല, നരച്ചിട്ടില്ല. വദആലി എനിക്ക് വേണ്ടി ദുആ ചെയ്തു, ബിൽ ബറക്കത്തി, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. യുഖദു മിൻഹു അന്നഹു യുസന്നു ലിറാഖി, മന്ത്രിക്കുന്ന ആൾക്ക് സുന്നത്താണ് അൻ യദുഉ ലിൽ മരീളി ബിൽ ബറക്കത്തി, രോഗിക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്താണ്. ഇവിടെ ബറക്കത്ത് എന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ ആയുസ്സിലും നല്ല ആയുസ്സിൽ നല്ല ബറക്കത്തുണ്ടായി, അതുപോലെ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. പിന്നെ മൂപ്പര് മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കോ കേൾവിക്കോ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതാ ഇല്ലാ ബി ബറക്കത്തി ദുആഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീഹി ദലീലുൻ അലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഫീ ഗായത്തി തലത്തുഫി മഅ സുഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട്, അതെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തില്ല, അത് കാരണമായി അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കും കേൾവിക്കൊക്കെ വല്ലാത്ത ശക്തിയായിരുന്നു. അതൊക്കെ കിട്ടിയത് ഇതുകൊണ്ടാണ്. അദ്ദേഹം പറയാണ്, ഫമസഹ റഅസി വദആലി ബിൽ ബറക്കത്തി, എൻ്റെ തല തടവി, വദആലി എനിക്ക് വേണ്ടി ദുആ ചെയ്തു, ബിൽ ബറക്കത്തി, ബറക്കത്ത് കൊണ്ട്. പിന്നെ വതവല്ലഅ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തു. ഫശരിബ്തു മിൻ വളൂഇഹി, വളൂ എന്ന് പറഞ്ഞാൽ വുളൂ ചെയ്യുന്ന വെള്ളം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തല്ലോ, ആ വുളൂ ചെയ്തപ്പം ബാക്കിയുള്ള വെള്ളം, ആ വെള്ളം ഞാൻ കുടിക്കുകയും ചെയ്തു. വഖുംതു, ഞാൻ നിന്നു, ഖൽഫ ലഹരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ഞാൻ നിന്നു. ഫനളർതു, ഞാൻ നോക്കി, ഇലൽ ഖാതമി ബൈന കത്തിഫൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിലുള്ളതായ പ്രവാചകത്വ മുദ്രയിലേക്ക് ഞാൻ നോക്കി. ഫഇദാ ഹുവ മിസ്ലു ദിർരിൽ ഹജലത്തി, അപ്പോൾ അത് ഹജ്ല പക്ഷിയുടെ മുട്ട പോലെയുണ്ടായിരുന്നു. ഹജ്ല പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. ചില ആളുകൾ ഇത് പ്രാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വഖീല അൽ മുറാദ് ബിൽ ഹജലത്തി അത്വാഇറുൽ മഅറൂഫ്, ഒരു പക്ഷിയാണ്.
അപ്പൊ ഹജ്ല പക്ഷിയുടെ മുട്ട പോലെയുണ്ടായിരുന്നു ആ ഖാത്തമുൻ നുബുവ്വ. ഹദ്ദസന സഈദ് ബിൻ യഅഖൂബ് അത്വാലിഖാനി ഖാല ഹദ്ദസന അയ്യൂബ് ബിൻ ജാബിർ അൻ സിമാക് ബിൻ ഹർബിൻ അൻ ജാബിർ ബിൻ സമറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയാണ്, റഅയ്തുൽ ഖാതമ ബൈന കതിഫൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുദ്ദത്തൻ ഹംറാഅ മിസ്ലൽ ബൈളത്തിൽ ഹമാമ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാതമ് കണ്ടതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റഅയ്തു ഞാൻ കണ്ടു, ബൈന അൽ ഖാതമ ഖാതമിനെ ഖാതമുൻ നുബുവയെ ഞാൻ കണ്ടു, ബൈന കതിഫൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിൽ ഗുദ്ദത്തൻ ഒരു മാംസപിണ്ഡമായിട്ട് ഹംറ ചുവന്ന ഒരു മാംസപിണ്ഡമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാത്തമിനെ രണ്ട് ചുമലുകൾക്കിടയിൽ ഞാൻ കണ്ടു. മിസ്ല ബൈളത്തിൽ ഹമാമ, ഒരു മേടപ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാത്തം അവിടുത്തെ രണ്ട് ചുമലുകൾക്കിടയിൽ ഒരു മേടപ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിൽ ചുവന്ന നിറത്തിൽ ഒരു മാംസപിണ്ഡമായി ഞാൻ കണ്ടു. ഹദ്ദസന അബൂ മുസ്അബിൻ അൽ മദനി ഖാല ഹദ്ദസന യൂസുഫ് ബിൻ അൽ മാജിഷൂൻ അൻ അബീഹി അൻ ആസിം ബിൻ ഉമറ ബിൻ ഖത്താദ അൻ ജദ്ദത്തിഹി റുമൈസ ഖാലത്ത്, ബീവി പറയാണ്, സമീഅത്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സമീഅത്തു ഞാൻ കേട്ടു, റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടത് എന്താന്ന് ശേഷം പറയുന്നുണ്ട്. ഏത് സ്ഥിതിയിൽ? വലൗ അശാഉ അൻ ഉഖബ്ബിലൽ ഖാതമ അല്ലദീ ബൈന കതിഫൈഹി മിൻ ഖുർബിഹി ലഫഅൽതു. ഇത് ഹാലിയായ ജുംലയാ. വലൗ അശാഉ എവിടെ നിന്നാ കേട്ടത്? വലൗ അശാഉ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അൻ ഉഖബ്ബില ചുംബിക്കാൻ, ഞാൻ ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ, അൽ ഖാതമ ഖാത്തമിനെ, അല്ലദീ എങ്ങനത്തെ ഖാത്തമാണ്, ബൈന കതിഫൈഹി മിൻ ഖുർബിഹി ലഫഅൽതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിലുള്ളതായ ഖാത്തമുൻ നുബുവ്വയെ ഞാൻ ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് അത് ചെയ്യാമായിരുന്നു. അത്രയും അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു, യഖൂൽ, നബി തങ്ങൾ പറയുന്നതായിട്ട്, എനിക്ക് വേണേ ചുംബിക്കാമായിരുന്നു, അത്രയും അടുത്താണ് ഞാൻ ഉള്ളത്. എന്താ നബി തങ്ങൾ പറയുന്നത്? ലി സഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായല്ലോ. ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അതാ, ലി സഅദ് ബിൻ മുആദിൻ യൗമ മാത്ത, ഓർ വഫാത്തായ ദിവസം. എന്താണ്? ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ, ഇഹ്തസ്സ ലഹു, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി കുലുങ്ങിപ്പോയി. എന്ത്? അൽ അർഷു, അർഷ്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം അർഷ് കുലുങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ കാണാൻ കഴിയും എന്താണ് കുലുങ്ങാനുള്ള കാരണം. ഇസ്തിബ്ശാറൻ വസുറൂറൻ ബിഖുദൂമി റൂഹിഹി, ബഹുമാനപ്പെട്ടവര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. സുമ്മർരിളാ അൻ അബീ ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതായ 10 സഹാബികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ടവര്. അതുകൊണ്ട് തന്നെ ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ, അർശ് കുലുങ്ങിപ്പോയി. ഏതാണ്? ഇസ്തിബ്ശാറൻ വസുറൂറൻ ബിഖുദൂമി റൂഹിഹി, അദ്ദേഹത്തിന്റെ റൂഹ് ഇങ്ങോട്ട് വരികയാണല്ലോ, അതിന്റെ സന്തോഷം കൊണ്ടാണ്. ഹദ്ദസന, ആ ഹദീസ് കഴിഞ്ഞ്. ഹദ്ദസന അഹ്മദ് ബിൻ അബ്ദത്തുൽ ലബ്ബി വ അലി ബിൻ ഹുജ്രിൻ വ ഗൈറു വാഹിദിൻ, വേറെയും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഖാലു ഹദ്ദസന ഈസ ബിൻ യൂനുസ് അൻ ഉമർ ബിൻ അബ്ദുല്ലാഹി മൗല ഗുഫറത്ത ഖാല ഹദ്ദസനി ഇബ്രാഹിം ബിൻ മുഹമ്മദ് മിൻ വലദി അലി ബിൻ അബി താലിബ്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഖാല, അവർ പറഞ്ഞു, കാന അലിയുൻ, അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു, ഇദാ വസഫ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചാൽ,
അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ഫദക്കറൽ ഹദീസ ബിതൂലിഹി, സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ കുറഞ്ഞ ഭാഗം, അതിന്റെ അവസാന ഭാഗം പറയാണ് വഖാല ബൈന കത്തിഫൈഹി ഖാതമുൻ നുബുവ. ബൈന കത്തിഫൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിൽ ഉണ്ടായിരുന്നു ഖാതമുൻ നുബുവ, പ്രവാചകത്വ മുദ്ര. വഹുവ ഖാതമുൻ നബിയീൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകരാണ്. സൂറത്തുൽ അഹ്സാബിൽ കാണാം വഖാതമുൻ നബിയീൻ കമാ ഖാല തആല വഖാതമുൻ നബിയീൻ. അപ്പൊ ഇവിടെ പറഞ്ഞത് വഖാല ബൈന കത്തിഫൈഹി ഖാതമുൻ നുബുവ, രണ്ട് ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവയുണ്ടായിരുന്നു. വഹുവ ഖാതമുൻ നബിയീൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകരാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.